ഈറ്റനടേ. അപ്പൊ എന്റെ റെസ്റ്റിംഗ് ഡേയ്സിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു. അപ്പൊ എനിക്ക് പതുക്കെ തൊണ്ടവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പനിയിലോട്ട് മാറാണ്ടിരിക്കാൻ ഞാൻ ഇവിടെ തലകുത്തി മറിയാൻ പോവാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള ഡിന്നർ ആയാൽ മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവക്കാടോ ഇരിപ്പുണ്ടായിരുന്നു, അത് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ വേഗം തന്നെ ഗോക്കമോല ഉണ്ടാക്കിയിട്ടില്ലേ. ഞാൻ സാധാരണ ബ്രെഡിന്റെ അകത്തല്ലേ വെച്ച് കഴിക്കാറ്, ഇത് ഞാൻ ഇന്ന് ബണ്ണിന്റെ അകത്ത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ടു ബി ഓണസ്റ്റ് ബണ്ണിന്റെ അകത്ത് വെച്ച് കഴിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ബ്രെഡിന്റെ അകത്താണ് അതൊന്നും കൂടെ ടേസ്റ്റ്. ഈ ഗോക്കമോലയിൽ ഞാൻ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് മല്ലിയെല്ലാം കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ അത് ഇടുമ്പോൾ ശരിക്കും ടേസ്റ്റ് നല്ല ഇരട്ടി ആവണത് കേട്ടോ. ബൈ ദ വേ ഇത് വെറും മൈദ ബണ്ണല്ല, ഇത് നല്ല ഹോൾ വീറ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ അമൃതോദര കഷായം എന്ന് പറഞ്ഞിട്ട് ഒരു കഷായമുണ്ട്. അത് പനി വരുമെന്ന് തോന്നണതിന് ജസ്റ്റ് മുന്നേറ്റ് കുടിച്ച് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് പനിയെ അവോയ്ഡ് ആക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബേസൻ ഷീര ഉണ്ടാക്കണം. ആക്ച്വലി റീൽസിൽ കണ്ടതായിരുന്നു, ഇങ്ങനെ ജലദോഷം തൊണ്ടവേദന അങ്ങനത്തെ ഒരു വെതർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലില്ലേ നമുക്കിത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വോംത്ത് കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചാണ് ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ആക്ച്വലി അതിനകത്ത് ബദാം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്ത് എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് നല്ല കംഫർട്ടിങ് ആയിരുന്നു ഗൈസ്, ആൻഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ഞാനിനി പനി വരാനൊന്നും കാത്തിരിക്കില്ല, വെറുതെ തന്നെ ഡെസേർട്ട് ആക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കും. രാത്രി കിടക്കുന്ന മുമ്പ് ഞാൻ വിചാരിച്ച് വോമായിട്ടുള്ള സോൾട്ട് വാട്ടർ വെച്ചിട്ട് ഗാർഗിൾ ചെയ്ത് കിടക്കാം. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ തൊണ്ടവേന മാറല്ലോ. ബട്ട് ഗെസ് വാട്ട്, പിറ്റേ ദിവസം എൻ്റെ തൊണ്ടവേന ഒന്നും കൂടെ വേസ്റ്റ് ആയി. ഞാൻ ഇത്രയും ദിവസം ഞാൻ മടി പിടിച്ചിട്ട് വിന്റർ വിയർ ഒന്നും പുറത്തേക്ക് എടുക്കണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ വിന്റർ നൈറ്റ് സൂട്ട് എടുത്തു, എന്നിട്ട് അത് തന്നെ ഇട്ടു. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ചൂട് നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിവിടെ പുതിയ ചായപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ചായപ്പൊടിയിൽ തന്നെ ചായ മസാല മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുണ്ടാക്കി ഞാൻ വിചാരിച്ച് ബാൽക്കണിയിൽ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നല്ല സൂര്യൻ്റെ ആ ഒരു ചൂടും കിട്ടുന്നുണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു ഗൈസ്. എന്നിട്ട് വീണ്ടും ഞാനിവിടെ അമൃതോദര കഷായം കുടിക്കട്ടെ. ആക്ച്വലി ഇത് കാണുന്ന പോലെ അല്ലാണ്ട് ഒടുക്കത്തെ വൃത്തികെട്ട ടേസ്റ്റാണ്, പക്ഷേ എന്ത് ചെയ്യാനും പനി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുപ്പ് ഇട്ടിട്ടുള്ള ആ ചൂടുവെള്ളം വെച്ചിട്ട് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നുള്ളത്. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ഇത് ചെയ്യുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ചിനായിട്ട് ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്പെഷ്യലി റെസ്റ്റോറൻറ്റുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഓയിലും സ്പൈസ് ഒന്നും ഇല്ലാത്ത ഖിച്ചടിയും കടിയും വേണം. ആക്ച്വലി എനിക്ക് ഉണ്ടാക്കായിരുന്നു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്നാലും 1-2 റെസ്റ്റോറൻറ്റ്സിൻ്റെ ഇങ്ങനെ ട്രൈ ചെയ്യണമായിരുന്നു. എന്തെങ്കിലും ഒട്ടുമേ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. ആൻഡ് ഗെസ് വാട്ട്, എൻ്റെ ടേസ്റ്റ് ബഡ്സ് അടിച്ചു പോയേക്കായിരുന്നു, എനിക്ക് ടേസ്റ്റേ മനസ്സിലാവണുണ്ടായിരുന്നില്ല. ഇതിന് നല്ല ചൂടായതുകൊണ്ട് തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും അമൃതോദര കഷായം കുടിച്ച് 2-3 മണിക്കൂർ ഇടവിട്ട് വേണം കുടിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. രാത്രി ഡിന്നറിന് വേറൊരു റെസ്റ്റോറൻറ്റ് ലെമൺ കൊറിയാണ്ടർ സൂപ്പ്, അതിൻ്റെ ഒപ്പം തന്നെ ഗാർലിക് സ്പിനാച്ച് ഖിച്ചടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും വളരെ സ്പൈസും ഓയിലും ഒന്നും ഇല്ലാത്ത കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ. ആൻഡ് ഗെസ് വാട്ട്, ഇത്രയൊക്കെ തല കുത്തി മറിച്ചിട്ട് എൻ്റെ പനി കുറയുണ്ടായിരുന്നില്ല, മറിച്ചും കൂടിക്കൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം തല പോലെ പൊങ്ങൂലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വേഗം തന്നെ ഡോക്ടറെ അടുത്ത് ഓടി. ആൻഡ് നിങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് പനി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുളിക പാലിൻ്റെ ഒപ്പം കഴിക്കരുത്. താങ്ക് യു സോ മച്ച് ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ വെള്ളത്തിൻ്റെ കൂടെ കേട്ടോ കഴിച്ചേക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഹോട്ട് ജിഞ്ചർ വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു K-ഡ്രാമ ഉണ്ട്, അത് കൊണ്ടുകൊണ്ട് ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങി.